ടി വിയിൽ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൂത്ത മകൾ നൈനിക എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നോട് ചോദിക്കുന്നത്, മമ്മി, മമ്മിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ഏ മമ്മിക്ക് ഈ ലോകത്തിൽ എന്താ ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ നൈനു പറയുന്നത്? നിന്നെ ഇഷ്ടാ, നീലനെ ഇഷ്ടാ, നിങ്ങളുടെ പപ്പയെ ഇഷ്ടാ, അപ്പൂപ്പനെയും അമ്മൂമ്മയും ഇഷ്ടാ, സെക്യൂരിറ്റി ഇഷ്ടാ, ദീദി ഇഷ്ടാ? ഒന്ന് പോയേ മമ്മി, ഞാൻ ചോദിച്ചത് അതല്ല. മമ്മി എന്താണ് ഏറ്റവും മിസ് ചെയ്യുന്നത്? മമ്മിക്ക് ഒരു ദിവസ സമയം തരാം. മമ്മി എന്നോട് പറയണം മമ്മി എന്താ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്ന്. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുമല്ലോ. പോകച്ചേ, പോയി അവനെ വിളിച്ച് ഭക്ഷണം കഴിച്ചു പോയി കിടക്കാൻ നോക്ക്. നീ പപ്പ ലേറ്റാകും. ഞാൻ പോവാം, ബട്ട് ടുമാറോ യു ഷുഡ് ആൻസർ മീ. നൈനിക അവിടെ നിന്നും പോയി. ദേവി കണ്ണുകളടച്ച് സോഫയിലേക്ക് ചാരി. അവരുടെ ഓർമ്മകൾ 26 വർഷങ്ങൾ പുറകോട്ട് പോയി. ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ ഉടനെ ആയിരുന്നു രാജീവും ആയിട്ടുള്ള വിവാഹം. മുംബൈ സെറ്റിൽഡ് മലയാളി ഫാമിലി, നല്ല കുടുംബം, എല്ലാവർക്കും ഇഷ്ടമായി. പെട്ടെന്ന് തന്നെ കല്യാണം നടത്തി. കല്യാണത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് മുംബൈക്ക് പറന്നു. നാട്ടിൻ പുറത്തു നിന്നും മുംബൈ നഗരത്തിലേക്കുള്ള പറച്ചു നടൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. രാജീവ് വരുന്നതുവരെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്തും പുസ്തകം വായിച്ചും സമയം കളയും. ഒറ്റപ്പെടൽ മനസ്സിലാക്കിയ രാജീവ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ശരിയാക്കി. 2 വർഷത്തിനുള്ളിൽ നൈനിക ജീവിതത്തിൽ വന്നു. പിന്നീട് ജോലിക്ക് പോയിട്ടില്ല. വീണ്ടും 3 വർഷത്തിനു ശേഷം നീൽ കടന്നു വന്നു. അവർ ജനിച്ചതിൽ പിന്നെ ലൈഫിൽ ബോറടിക്കാൻ സമയമുണ്ടായിട്ടില്ല. അവരുടെ പഠിത്തവും രാജീവിന്റെ കാര്യങ്ങളും എല്ലാം കൂടി നിന്ന് തിരിയാൻ സമയം കിട്ടിയിട്ടില്ല. എല്ലാ കൊല്ലവും അമ്മ വിളിക്കും, ഉത്സവം കൂടാൻ വരണേ എന്ന് പറഞ്ഞു. എവിടെ പോവാൻ? കുട്ടികളുടെ എക്സാം ടൈമാണ് നാട്ടിൽ ഉത്സവം. അതിൻ്റെ ഇടയിൽ 2 വർഷം കൂടുമ്പോൾ കുട്ടികളുടെ വെക്കേഷൻ സമയം നാട്ടിലൊന്നു പോകും. അമ്മയ്ക്കൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും എനിക്ക് നല്ല ഓർമ്മകളാണ്. നൈനുവിനെ പോലെ അല്ല, എൻ്റെ കൂട്ടുകാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരിയും എല്ലാം അമ്മയായിരുന്നു എല്ലാം. കല്യാണത്തിന് മുൻപ് വരെ ആദ്യമൊക്കെ എന്നും വിളിക്കുമായിരുന്നു അമ്മയെ. പിന്നീട് ആഴ്ചയിൽ ഒന്നായി വിളിക്കുമ്പോൾ വാ തോരാതെ പറയാനുണ്ടാവും അമ്മയ്ക്ക്. നാട്ടിലെ ഉത്സവത്തെപ്പറ്റി പറയുമ്പോൾ കൊതിയാകാറുണ്ട് പലപ്പോഴും. രാജീവ് വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ചിന്തകളിൽ നിന്നും ഉണർന്നത്. ഭക്ഷണശേഷമുള്ള ജോലിയെല്ലാം ഒതുക്കി വന്നു കിടന്നു. രാജീവ് ഉറങ്ങിയിരുന്നു. നൈനു ചോദിച്ച ചോദ്യം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലികളെല്ലാം ഒതുക്കി 3 ആൾക്കുമുള്ള ടിഫിൻ പാക്ക് ചെയ്തു വെച്ചു. എല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിനും ഇരുന്നു. പപ്പയും നീലും ഇറങ്ങിയ ശേഷം നൈനിക ഇറങ്ങാൻ തുടങ്ങി. മോളെ, നീ ഇന്നലെ പറഞ്ഞത് ഞാൻ കുറെ ആലോചിച്ചു. അമ്മ 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 ഐ ആം ലേറ്റ്. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, വേഗം ഇറങ്ങിക്കോ, ലേറ്റ് ആക്കണ്ട. അന്ന് വൈകുന്നേരം നൈനു എൻ്റെ അരികിൽ വന്നിരുന്നു. മമ്മി എന്താ രാവിലെ പറയാൻ വന്നത്? നൈനു, നീ രാവിലെ ചോദിച്ചില്ലേ ഞാൻ എന്താ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്ന്? അത് എന്നെ തന്നെയാനായിരുന്നു. പഴയ എൻ്റെ ജീവിതം. മുറ്റത്തും തൊടിയിലുമൊക്കെ ഓടി നടന്നു. അമ്പലങ്ങളിൽ കൂട്ടുകാരികളോടൊപ്പം നടന്നു പോയിരുന്നതും വൈകുന്നേരങ്ങളിൽ അമ്മയെ ചുറ്റി വരുന്നിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞതും ഉത്സവത്തിന് അമ്മയോടും ചെറിയമ്മയോടും ചേച്ചിമാരോടുമൊപ്പം പോകുന്നതും കോലൈസ് വാങ്ങി കഴിച്ചിരുന്നതും അങ്ങനെ ഒരുപാടുണ്ട്. കല്യാണശേഷം ഇതൊന്നും മമ്മി ആസ്വദിച്ചിട്ടില്ല. ആഹാ, മമ്മി വേറെ ഏത ലോകത്തിലെത്തിയല്ലോ. മമ്മിക്ക് ഒരുപാട് സന്തോഷമായി. നൈനു, നീ എന്നോട് ചോദിച്ചല്ലോ ഇങ്ങനെ. നീയും ഞാനും ഉള്ളതിലും അടുപ്പമായിരുന്നു മമ്മിയും അമ്മമ്മയും. പക്ഷേ ഞാൻ അമ്മമ്മയോട് ഇതുവരെ ഇഷ്ടങ്ങളെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. ഐ ലവ് യു ടു മമ്മി. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു വൈകുന്നേരം രാജീവും മക്കളും ഒരുമിച്ച് എൻ്റെ അരികിൽ വന്നു. നൈനിക എൻ്റെ നേരെ ഒരു കവർ നീട്ടി. ഇതെന്താ നൈനു? ഫ്ലൈറ്റ് ടിക്കറ്റ്. ഈ ഉത്സവത്തിന് മമ്മി നാട്ടിലേക്ക് പോകുന്നു. നിങ്ങളോ? ഞങ്ങൾക്ക് ലീവില്ല മമ്മി, നീൽ പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെയാ പോകുക? നിങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെയാ? മമ്മി, ഞങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ കാര്യങ്ങൾ. മമ്മിയുടെ ലൈഫ് എന്ത് ബോറിംഗ് ആണ്. ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കില്ല. ഈ പ്രാവശ്യം നാട്ടിൽ പോയി എല്ലാം സാവധാനം കണ്ടും ആസ്വദിച്ചും തിരികെ വന്നാൽ മതി. ഞാൻ രാജീവിനെ നോക്കി. പോയിട്ട് പാടൂ, താൻ ഇപ്പോഴും ആ പഴയ നാട്ടിൻ പുറത്തുകാരിയ ഉള്ളിൽ. അങ്ങനെ 3 ആളും കൂടി എന്നെ നാട്ടിലേക്ക് യാത്ര അയച്ചു. വീടിൻ്റെ ഉമ്മറത്ത് വന്നപ്പോഴേ നാസികയിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു അമ്മയുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ഗന്ധം. ചെന്നതേ അച്ഛൻ മോളെ എന്ന് വിളിച്ച് കയ്യിൽ പിടിച്ചു. പിന്നാലെ അമ്മയും വന്ന് പുണർന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ ആ പഴയ 20 വയസ്സുകാരി ആവുകയായിരുന്നു.
രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ തലയിൽ എണ്ണയിട്ട് തരും. ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കും. ഒരുപാട് കാലത്തിന് ശേഷം രുചിയുള്ള ആഹാരം കഴിച്ച് വയറും മനസ്സും നിറഞ്ഞു. ഉച്ചയ്ക്ക് അമ്മയുടെ മടിയിൽ കിടന്നുള്ള ചെറുമയക്കം. അങ്ങനെ അങ്ങനെ അമ്മയുടെ കൈയും പിടിച്ച് കാവിൽ ഉത്സവം കൂടാനും പോയി. കൂടെ ചെറിയമ്മയും അമ്മായിയും ചേച്ചിമാരും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കുറേ സന്തോഷം മനസ്സിൽ വന്നു നിറഞ്ഞു. ഒരിക്കലും ഇടിയില്ലെങ്കിലും ഉത്സവ പറമ്പിൽ നിന്നും നൈനുവിന് വേണ്ടി കുപ്പിവളകളും വാങ്ങി. പോകുന്നതിന് 2 ദിവസം മുൻപ് അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ മിസ് ചെയ്യുന്നത് എന്താ? കുറച്ച് സമയത്തിനു ശേഷം അമ്മ പറഞ്ഞു, രണ്ടും നീയാ മോളെ. നീ പോയി കഴിഞ്ഞ് ഞങ്ങളുടെ ലോകം ശൂന്യമായിരുന്നു. ഇടയ്ക്കൊക്കെ നീ ഇങ്ങനെ വന്ന് നിന്നിരുന്നു എങ്കിൽ എന്ന് കൊതിച്ചിട്ടുണ്ട്. എന്തിന് ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ടുണ്ട്, ചില ദിവസങ്ങളിൽ തനിയെ ഇരിക്കുമ്പോൾ. ഞാൻ ഒന്നും പറഞ്ഞില്ല മറുപടി. കണ്ണുകൾ ഇറനണിഞ്ഞിരുന്നു ഞങ്ങൾ ഇരുവരുടെയും. തിരികെ പോകുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു, ഇടയ്ക്കെങ്കിലും ചില തിരിച്ചുപോക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റാർക്കു വേണ്ടി അല്ലെങ്കിലും നമ്മളിലെ നമുക്ക് വേണ്ടിയെങ്കിലും. ഇത്തരം മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.